കശുവണ്ടി അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമെന്ന് കോടതി. അതേസമയം കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി ആരോപണത്തിൽ കെ ബിജു IAS-നെതിരെ കോടതിയലക്ഷ്യ നടപടി. കെ ബിജു മറ്റന്നാൾ കോടതിയിൽ ഹാജരാകണം. വിവാദ ഉത്തരവ് ഇറക്കിയതിനാണ് കോടതിയലക്ഷ്യ നടപടി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അതിരൂക്ഷമായ ഭാഷയിലാണെന്ന് തോന്നുന്നു സർക്കാരിനെതിരെ, വകുപ്പ് സെക്രട്ടറിക്കെതിരെ ഹൈക്കോടതി വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് ഉത്തരവ് ഇറക്കിയത്? കോടതി അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അതിനുശേഷം മറ്റൊരു ഉത്തരവ് ഇറക്കുന്നു. കശുവണ്ടി അഴിമതിയിലെ കേസിലെ പ്രതി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഏകാധിപത്യ ഭരണമല്ലല്ലോ എന്നുകൂടി ചോദിക്കുകയാണ് സർക്കാർ. തികച്ചും സർക്കാരിനോട് ഏറ്റ വലിയ തിരിച്ചടി. എന്തൊക്കെയാണ് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങൾ? അതായത് പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടതിൽ കുറെ നാളുകളായി കോടതിയലക്ഷ്യ നടപടികൾ കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പക്ഷേ സർക്കാർ ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കി കോടതിയലക്ഷ്യ നടപടിക്ക് അനുവാദം നൽകുകയുണ്ടായി. പക്ഷേ ആ കോടതിയലക്ഷ്യ നടപടി അനുവാദം നൽകിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ വളരെ വിവാദപരമായ ചില പരാമർശങ്ങൾ കോടതിക്കെതിരെ ഉണ്ടായി. അതായത് ഹൈക്കോടതി നിർബന്ധിച്ചതുകൊണ്ട് ഞങ്ങൾ ഈ പ്രോസിക്യൂഷൻ അനുമതി നൽകുന്നു എന്ന തരത്തിലായിരുന്നു ആ അനുമതി ഉത്തരവ് തന്നെ. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ആ ഉത്തരവ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കേസിൽ പ്രതിയായ INTUC സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനത്തിൽ ഇത് വായിക്കുകയും ചെയ്തു. ഇതെല്ലാം കൂടിയാണ് കോടതിയെ ചൊടിപ്പിച്ചത്. കോടതി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആ ആദ്യത്തെ വിവാദ ഉത്തരവ്, അതായത് ഹൈക്കോടതിക്കെതിരെയുള്ള പരാമർശങ്ങളുള്ള ആ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ്, അത് പിൻവലിച്ചിട്ട് ഇന്ന് പുതിയത് കൊടുത്തു. എങ്കിലും ആദ്യത്തത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കോടതി ഉത്തരവ് ഇറക്കിയ ഉദ്യോഗസ്ഥനെതിരെ കടുത്ത വിമർശനമാണ് ഒന്നാമതായി ഉണ്ടായത്. അത് കെ ബിജു IAS ആണ്, വ്യവസായ വകുപ്പ് മുനിസിപ്പൽ സെക്രട്ടറി. അദ്ദേഹം െതിരെ കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കുകയാണ് എന്നാണ് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രവുമല്ല, മറ്റന്നാൾ വെള്ളിയാഴ്ച കെ ബിജു കോടതിയിൽ നേരിട്ട് ഹാജരായി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം. വെറുതെ മാപ്പപേക്ഷയും കൊണ്ട് വന്നാൽ പോരാ എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് കോടതി ചോദിച്ചു തോന്നുന്നു സാലി, അതായത് പ്രോസിക്യൂഷൻ കോടതി ചോദിച്ചു, പ്രോസിക്യൂഷൻ ഉത്തരവിടണമെന്ന് കോടതി പറഞ്ഞോ എന്ന ചോദ്യം കൂടി ചോദിച്ചു. ആ ഉത്തരവിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ഹൈക്കോടതിക്ക് കൂടി അവമതിക്കുണ്ടാകുന്ന രീതിയിൽ പരാമർശം ഉണ്ടായത്. അതാണ് ചോദിപ്പിച്ചതെന്ന് തോന്നുന്നു. അതായത് ആ ഉത്തരവിലെ ചില പരാമർശങ്ങളാണ്. പ്രോസിക്യൂഷൻ അനുമതിക്ക് കോടതി മുൻപ് തന്നെ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിനെതിരെ കോടതി ചില വിമർശനങ്ങൾ നടത്തിയിരുന്നു. മുൻ വ്യവസായ വകുപ്പ് മുനിസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിച്ചിരുന്നു. ആ കോടതിയലക്ഷ്യ നടപടികളുടെ ഭാഗമായി ഹനീഷ് കോടതിയിൽ ഹാജരായി മാപ്പപേക്ഷ സമർപ്പിച്ചിരുന്നു. ആ മാപ്പപേക്ഷയെ തുടർന്ന് കേസിലെ തുടർ നടപടി അവസാനിപ്പിച്ചു. അതിനുശേഷം സർക്കാർ സമാന്തരമായി ഈ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് പുറപ്പെടുവിച്ചു. ആ ഉത്തരവിലാണ് ഈ വിവാദ പരാമർശം. അതായത് ഒരു മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ വിചാരണ കോടതി ഇടപെടുന്നത് പോലെ പോലും ഹൈക്കോടതി ഈ കേസിൽ ഇടപെട്ടു എന്നതടക്കമുള്ള ഗുരുതര, അതുകൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ സർക്കാർ നിർബന്ധിതമാകുന്നു എന്നതായിരുന്നു ആദ്യത്തെ ഉത്തരവിലെ വിവാദ പരാമർശം. അതാണ് കോടതിയെ ചൊടിപ്പിച്ചത്. അത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെതിരെ 1. 2, ഈ സർക്കാർ സംവിധാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നാണ് കോടതി ചോദിക്കുന്നത്. ഈ ആദ്യ വിവാദ ഉത്തരവ് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണ്. ഉത്തരവ് അപകടകരവും അനാവശ്യവുമാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിനിടെ ഇപ്പം ഓരോന്നും ഓരോ കുരുക്കായി സർക്കാരിന് മാറുകയാണ്. കോടതി പറഞ്ഞത് അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എന്ന് വരെ കോടതി ഈ സർക്കാരിന്റെ ഇന്നത്തെ അവസ്ഥയെ വിമർശിച്ചു പറഞ്ഞു. അതായത് പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നും അനുവദിക്കാനാവില്ല. പ്രതി തന്നെ വാർത്താ സമ്മേളനം നടത്തി നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. INTUC സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചാണ് കോടതി ഇത് പറയുന്നത്. ഇപ്പോൾ സർക്കാർ അപ്പീൽ നൽകുമെന്ന് കേൾക്കുന്നു. സർക്കാർ അപ്പീൽ നൽകുന്നതിന് ഹൈക്കോടതി എതിരല്ല. അതുകൊണ്ട് കൂടുതൽ നടപടികളൊന്നും ഇക്കാര്യത്തിൽ എടുക്കരുത് എന്ന അപേക്ഷ നിലനിൽക്കില്ല. കാരണം ഇപ്പോൾ നടന്നിരിക്കുന്നത് കൃത്യമായി കോടതിയലക്ഷ്യമാണ്. കെ ബിജു IAS ആ കാര്യത്തിൽ ഇറക്കിയ ആദ്യത്തെ ഉത്തരവ് കോടതിയെ അവഹേളിക്കുന്നതും ആക്രമിക്കുന്നതുമാണ്. അതുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. സർക്കാർ സംവിധാനം ഇങ്ങനെ വെച്ചു പൊറുപ്പിക്കാനുമാവില്ല എന്നുള്ളതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കോടതിയെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഈ ഉത്തരവിലടക്കമുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് വേണ്ടപ്പെട്ടവർ പരിശോധിക്കണം. ഏകാധിപത്യ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നത് എന്നുകൂടി കോടതി ഓർമ്മിപ്പിക്കുന്നു. വളരെ മോശം നിലപാടാണിത്.
പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവ് എങ്ങനെയാണ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ആ കേസിലെ പ്രതിക്ക് ലഭിക്കുന്നത്, ആ പ്രതി എങ്ങനെയാണ് വാർത്താ സമ്മേളനത്തിൽ ഇത് വായിക്കുന്നത് തുടങ്ങിയ മർമ്മപ്രധാനമായ ചോദ്യങ്ങളാണ് കോടതി ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. ഏതായാലും മറ്റന്നാൾ ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അന്ന് കെ ബിജു IAS കോടതി മുമ്പായി ഹാജരാകണം. വെറുതെ മാപ്പപേക്ഷയും കൊണ്ട് വന്നാൽ പോരാ എന്നുകൂടി കോടതി പറഞ്ഞിട്ടുമുണ്ട്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.